നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകാനുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം രാജ്യത്തിൻ്റെ ഇൻ്റർനെറ്റ് മേഖലയിൽ ഒരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. റിലയൻസ് ജിയോയുമായും ഭാരതി എയർടെല്ലുമായും സഹകരിച്ചാണ് സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നത്. സ്റ്റാർലിങ്കിൻ്റെ സേവനം നിലവിലുള്ള ബ്രോഡ്ബാൻഡുകളേക്കാൾ 10 മടങ്ങ് ചെലവേറിയതായിരിക്കുമെന്ന് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നു. സ്റ്റാർലിങ്ക് ഇന്ത്യയുടെ ബ്രോഡ്ബാൻഡ് വിപണിയിൽ എന്തു മാറ്റം വരുത്തും? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോഴിക്കോട് IIM പ്രൊഫസറും ഡിജിറ്റൽ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സജി ഗോപിനാഥ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, ബ്രോഡ്കാസ്റ്റ് സൊല്യൂഷൻ ആർക്കിടെക്റ്റ് VG ജയപാൽ എന്നിവർ. ആദ്യം ഡോക്ടർ സജി ഗോപിനാഥ്, സ്റ്റാർലിങ്കിൻ്റെ വരവ് ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖലയിൽ എന്ത് മാറ്റം കൊണ്ടുവരും? നമുക്ക് അറിയാവുന്ന പോലെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് പ്രൊവിഷൻ ആണ്. അപ്പോ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റു ടൈപ്പ് ഓഫ് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാത്ത സ്ഥലങ്ങൾ, അതായത് റിമോട്ട് ആയിട്ടുള്ള ഏരിയകൾ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസ്, നമ്മുടെ ഗ്രാമമേഖലകൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഇപ്പോഴുള്ള ഇന്റർനെറ്റ് കവറേജ് അല്ലെങ്കിൽ മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇവിടെ എല്ലാം വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്നുള്ളതാണ് സ്റ്റാർലിങ്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെ മൊത്തത്തിൽ എടുക്കുകയാണ്. ഇന്ത്യയും കേരളത്തെ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ഇന്ത്യയിലെ പല റൂറൽ ഏരിയകളിലും ഇപ്പോഴും നല്ല ഇന്റർനെറ്റ് കവറേജുകൾ അവൈലബിൾ അല്ല. ഭാരത് നെറ്റ് പോലെയുള്ള പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കോൺസെൻട്രേഷൻ ഓഫ് ആൾക്കാരും ഉണ്ടാവില്ല. അപ്പൊ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു ഫിക്സഡ് ലൈൻ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ഇന്ന് ഉള്ള ട്രഡീഷണൽ ഇന്റർനെറ്റ് സൊല്യൂഷൻസോ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനും ആയിരിക്കും. അവിടെയെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർലിങ്ക് വളരെ വലിയൊരു മാറ്റം വരുത്തുവാൻ കഴിയും. അതിന് 2 തരത്തിൽ നമുക്കിതിനെ കാണാൻ കഴിയും. ഒന്ന്, ഇത് ഇന്റർനെറ്റ് കണക്ഷൻ വരുമ്പോൾ അതിനോടൊപ്പം തന്നെയുള്ള സെറ്റ് ഓഫ് സർവീസസ്, അത് എഡ്യൂക്കേഷനിലുള്ള സർവീസുകളാവാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലുള്ള ഇ-കൊമേഴ്സ് പോലെയുള്ള സർവീസുകളാവാം, പുതിയ മേഖലകളിലേക്കുള്ള സർവീസുകളാവാം. ഇങ്ങനെയുള്ള ഒരു വലിയൊരു അവസരം അത് പ്രദാനം ചെയ്യുന്നു. അതേസമയം സ്റ്റാർലിങ്ക് വന്നതുകൊണ്ട് ഒരു ടൗൺ ഏരിയയില് അല്ലെങ്കിൽ ഇന്ന് ഇന്റർനെറ്റ് പെനിട്രേഷൻ ഉള്ള ഏരിയയിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സ്റ്റാർലിങ്കിന് ഒരു അപ്ഫ്രണ്ട് കോസ്റ്റ് ഉണ്ട്. അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ ഇന്നുള്ള 5G 4G മോഡലുകളെക്കാളും കൂടുതലായി. അവിടെ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ കഴിയണമെന്നില്ല. മാത്രമല്ല ഇത് വെതർ ഡിപ്പെൻഡന്റ് ആണ്. അതേസമയം ഒരു സ്പ്രെഡിങ് ഓഫ് ഇന്റർനെറ്റ് ഒരു റിമോട്ട് ഏരിയയിലേക്ക് പോകുന്നതിന് വളരെ ഉപകാരമുണ്ടായിരുന്നു. ഇനി നമ്മൾ കേരളത്തിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ K-Phone പോലെയുള്ള ഒരു പ്രൊജക്ട് കേരളം വിഭാവനം ചെയ്തത് തന്നെ നമ്മുടെ റിമോട്ട് ഏരിയകളിലെല്ലാം ഹൈസ്പീഡ് ഇന്റർനെറ്റും ഹൈസ്പീഡ് കണക്ടിവിറ്റിയും കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ്. എവിടെയൊക്കെ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണോ അവിടെയെല്ലാം ഹൈസ്പീഡ് ഇന്റർനെറ്റ് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ K-Phone വിഭാവനം ചെയ്തത്. അപ്പൊ K-Phoneന്റെ പുറത്ത് ഒരു 5G ആർക്കിടെക്ചർ കൂടി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സ്റ്റാർലിങ്ക് നൽകുന്നതിനേക്കാളും നല്ലൊരു കണക്ടിവിറ്റി നമുക്ക് നമ്മുടെ റൂറൽ ഏരിയകളിൽ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് കേരളത്തിന് സ്റ്റാർലിങ്ക് കൊണ്ട് എത്രമാത്രം പ്രയോജനം അല്ലെങ്കിൽ ഉണ്ടാവുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പ്രൊവൈഡ് K-Phone വളരെ
എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ശരി. ശ്രീ കെ ഗോവിന്ദൻ, സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഇന്ത്യയിലെ പരമ്പരാഗത കേബിൾ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളെ, താങ്കളെ പോലെയുള്ള കമ്പനികളെയൊക്കെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയിലെ ഇന്ത്യയിലെ ഇന്റർനെറ്റ് പെനിട്രേഷനെ സംബന്ധിച്ച് നമുക്കൊരു ആദ്യമായിട്ടൊരു ധാരണ വേണം. ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ വളരെ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഇന്റർനെറ്റ് എത്തിയിട്ടുള്ളൂ. പ്രധാനമായിട്ട് അർബൻ ബേസ് ആയിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് സർവീസ് ലഭിക്കുന്നത്. അതിന്റെ കാരണം കണക്ടിവിറ്റിയാണ്. ഈ റൂറൽ ഏരിയയിലുള്ള കണക്ടിവിറ്റി സജി സാർ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കാനുള്ള തക്ക വിധത്തിലുള്ള ഒരു നെറ്റ്വർക്ക് കപ്പാസിറ്റി കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അർബൻ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർലിങ്ക് പോലുള്ള സൊല്യൂഷൻ ഒന്ന് വളരെ കോസ്റ്റ്ലി ആണ്. അതേപോലെ തന്നെ അതിന്റെ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ വെതർ ലിമിറ്റേഷൻ ഉണ്ട്. വെതർ മൂലമുള്ള ലിമിറ്റേഷൻ അതിനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യയിൽ വളരെ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അർബൻ ഏരിയയിലുള്ള ഇന്നത്തെ ഒരു ഇന്റർനെറ്റ് ലഭ്യത മറികടക്കാൻ സ്റ്റാർലിങ്കിന്റെ സൊല്യൂഷൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സജി സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അനിവാര്യമായി ലഭിക്കേണ്ടുന്ന കുറെ പ്രദേശങ്ങളുണ്ട്. കുറെ ഏതെങ്കിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സമുദ്രങ്ങളിലുള്ള ആവശ്യം, ഷിപ്പുകളിലും മറ്റുമുള്ള ആവശ്യം, അതുപോലെ തന്നെ വളരെ റിമോട്ട് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കേണ്ടുന്ന പ്രദേശങ്ങൾ, ഇങ്ങനെ വളരെ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ ഇതുപോലുള്ള സൊല്യൂഷൻസ് ലഭ്യമാക്കിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റാർലിങ്ക് എന്നത് ഇന്ത്യയിലുള്ള ഈ സ്റ്റാർലിങ്ക് പോലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസുകൾ ഒന്നും തന്നെ ഇന്ത്യയിലുള്ള ഇപ്പൊ നിലവിലുള്ള പരമ്പരാഗത സേവനങ്ങളെ ഒന്നും പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് നിലവിലുള്ള പരമ്പരാഗത സേവനദാതാക്കൾക്ക് അതൊരു ഭീഷണിയല്ല എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ VG ജയ്പാൽ, വേഗതയുടെയും വിശ്വാസ്യതയുടെയും കാര്യത്തിൽ സ്റ്റാർലിങ്കിന്റെ സാങ്കേതിക വിദ്യ നിലവിലുള്ള ബ്രോഡ്ബാൻഡ് സേവനങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയുമോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഏർലി സ്റ്റേജ് ടു കമന്റ്. ബിക്കോസ് എന്താണ് ഇത് നമുക്ക് സ്റ്റാർലിങ്ക് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി തരാൻ പോകുന്നതെന്ന് നമുക്ക് സ്റ്റിൽ അറിഞ്ഞൂടാ. എലോൺ മസ്ക് ഇസ് എ പേഴ്സൺ ഹു ക്യാൻ മേക്ക് ഫാന്റസി ടു റിയാലിറ്റി. ഇപ്പൊ എന്താണ് വരുന്നത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കമന്റ് പറയാവൂ. ബട്ട് ഇപ്പം നമുക്ക് അറിയാവുന്ന ടെക്നോളജി, ഇപ്പം ബാക്കി ഫോറിൻ കൺട്രീസിലും പലയിടത്തും വെച്ചിട്ടുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വരും. ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് ഒരു ത്രെട്ട് അല്ല. ബിക്കോസ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഇന്റർനെറ്റ് നമുക്ക് ഒന്ന് എന്റർപ്രൈസസ് യൂസേജും പിന്നെ ലോക്കൽ സിവിൽ യൂസേജസ്. ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കോമൺ നമ്മുടെ വീട്ടിലും നമ്മുടെ മൊബൈൽ ഫോണിലും ഒക്കെ ഉള്ള യൂസേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് നോട്ട് എ ബിഗ് ത്രെട്ട്. ബട്ട് ഇത് മോസ്റ്റ്ലി ഇത് വരാൻ പോകുന്നത് എന്റർപ്രൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മാരിടൈം ആക്ടിവിറ്റീസ്, നമുക്കിപ്പം ഫ്ലൈറ്റിലും ഒക്കെ വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇവിടെയൊക്കെയാണ് സ്റ്റാർലിങ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും സ്റ്റാർലിങ്ക് കൂടുതൽ ഡെവലപ്മെന്റ്സ് വരാൻ പോകുന്നത്. ബട്ട് ഇപ്പോഴത്തെ എൻഡ് യൂസർ സൈഡിൽ ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു ടെലിഫോൺ അല്ലെങ്കിൽ ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന സ്റ്റാർലിങ്ക് അവരുടെ മെയിൻ ബ്രെഡ് ആൻഡ് ബട്ടർ അല്ല. ദാറ്റ് ഈസ് വൈ ദേ ആർ ഓൾറെഡി ഹാവ് ടൈപ്പ് വിത്ത് നമ്മൾ ലോക്കൽ പ്രൊവൈഡേഴ്സ് ലൈക്ക് ജിയോ ഇവരുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തേക്കുന്നത് വെച്ച് തന്നെ ഒരു ടെലിഫോൺ ഇപ്പൊ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇവരുമായിട്ടുള്ള ടൈപ്പ് ആയിരിക്കും. ബട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് പ്ലസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ റോമിങ്ങിനൊക്കെ പോവുകയാണെങ്കിലും ഇത് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് റോമിംഗ് ചാർജസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഇതുമായിട്ട് ഒരുപാട് റോമിംഗ് ചാർജസ് ഒക്കെ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ബിക്കോസ് ഒരു സെയിം നമ്പേഴ്സ് നമുക്ക് എവിടെ ചെന്നാലും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന റോമിംഗ് പല നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് റോമിംഗ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം കാനഡയിലൊക്കെ ആണെങ്കിൽ റോജേഴ്സ് അങ്ങനെയൊക്കെയുള്ള പല നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് എൻഡ് യൂസേഴ്സ് നമ്മൾ ഡയൽ ചെയ്യുന്ന എൻഡ് യൂസേഴ്സ്, റെസ്റ്റ് ഓഫ് ദ കണക്ടിവിറ്റി സ്റ്റാർലിങ്ക് ഫൈനൽ കണക്ടിവിറ്റി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടായിരിക്കും. അപ്പം റോമിംഗ് ചാർജസ് ഒക്കെ വളരെ കുറയാനുള്ള സാധ്യതയാണ് കൂടുന്നത്. പ്ലസ് നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5G ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ അർബൻ ഏരിയാസിലും ഉണ്ട്. നമുക്ക് വളരെ സ്ട്രോങ് ഇന്റർനെറ്റ് ബാക്ക് ബോൺ, ഈവൻ ലേ ലഡാക്കിൽ ചെന്നാലും നമുക്ക് അത്യാവശ്യം ഇന്റർനെറ്റ് ബാക്ക് ബോൺ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ത്യയിൽ സംബന്ധിച്ച് ഇതൊരു നമുക്ക് ഇന്റർനെറ്റ് ഒരു വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. ബട്ട്
ഒരു എന്റർപ്രൈസ് സൊല്യൂഷനിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ബിഗ് പ്ലേയേഴ്സ് ആയിട്ട് അതായത് ഈ മാറും. സാങ്കേതിക വിദ്യയിലെ ഈ മാറ്റം ഒരു സാധാരണ ഉപയോക്താവിനെ സംബന്ധിച്ച് സ്പീഡിൽ മാത്രമേ ബാധിക്കുള്ളൂ എന്നാണോ? ബാധിക്കുള്ളൂ. സ്പീഡിലും വലിയ വ്യത്യാസം. 5G ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ആ 5Gയുടെ അത്ര സ്പീഡ് നമുക്ക് സ്റ്റാർലിങ്കിൽ വരുമോ എന്നുള്ളത് വൺസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഈ സ്റ്റാർലിങ്ങിന് നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് സ്കൈസ്, നമ്മൾ നിൽക്കുന്ന സ്കൈസ് ഒന്നും ക്ലിയർ അല്ല. ഇപ്പൊ ആക്ച്വലി ഒരു കേവ് ബാൻഡിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നല്ല മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് ആ സ്പീഡ് കിട്ടണമെന്നില്ല. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ സജി ഗോപിനാഥ്, സാറ്റലൈറ്റ് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷയും ഡാറ്റ സ്വകാര്യത ആശങ്കകളും എന്തൊക്കെയാണ്? അത് ഏത് കണക്ടിവിറ്റിയിലും ഏത് റിമോട്ട് ആയിട്ടുള്ള കണക്ഷനിലും ഒരു സൈബർ ത്രെറ്റ് ഉണ്ട്. അതിന് നമുക്ക് അതിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് അവൈലബിൾ ആണ്. ഇതൊരു ഒരു സാറ്റലൈറ്റ് കോൺഫിഗറേഷനിൽ കൂടിയാണ് വരുന്നതെങ്കിൽ പോലും അതിനെ മോണിറ്റർ ചെയ്യാനുള്ള മെക്കാനിസംസ് നമ്മുടെ സർക്കാരുകൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതായത് സാറ്റലൈറ്റ് ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റംസ് സ്റ്റാർലിങ്ക് പോലെയുള്ള സിസ്റ്റംസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരു ഉള്ളത് പോലെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് സെൻട്രലൈസേഷൻ ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് അൽഗോറിതംസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും, കൂടുതൽ സുരക്ഷ കൊണ്ടുവരാൻ കഴിയും. സൈബർ സുരക്ഷയെ കുറിച്ച് വളരെയധികം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ നമുക്ക് ഏത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന സൈബർ സുരക്ഷ ഇഷ്യൂസ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. അത് കുറച്ചുകൂടി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും. ശരി, ശ്രീ കെ ഗോവിന്ദൻ, സേവനങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സ്റ്റാർലിങ്കുമായി സഹകരിക്കാൻ കേബിൾ ഓപ്പറേറ്റർമാർക്ക് കഴിയുമോ? സാധ്യതയില്ലെന്നാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത്. കാരണം ഈ വയേർഡ് നെറ്റ്വർക്കുകൾക്കുള്ള ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി അനന്തമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ഉയർന്ന ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാനും കഴിയും. പക്ഷേ ഈ സാറ്റലൈറ്റ് വഴിയുള്ള ഇന്റർനെറ്റ് സർവീസുകൾക്ക് അതിന് പരിമിതികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതികളുള്ളതുകൊണ്ട് തന്നെ ഈ വയേർഡ് നെറ്റ്വർക്കിൽ ഈ സാറ്റലൈറ്റ് വഴിയുള്ള കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്ത് കൊണ്ടുപോയി അതിന് വലിയ ഒരു ബിസിനസ് സാധ്യതയോ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോ രണ്ട് ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്ക് ചാനൽ സംപ്രേഷണ രംഗത്ത് ഇന്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ OTT വഴിയും അതുപോലെ തന്നെ കേബിൾ വഴിയും DTH വഴിയും ഒക്കെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന പോലെ ഇന്റർനെറ്റ് സേവന രംഗത്ത് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം കൂടി വരുന്നു എന്ന് മാത്രമേ ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ. അതല്ലാതെ ഇതിനെ ക്രോസ് യൂസ് എന്നുള്ള ഒരു സാധ്യതയ്ക്ക് വലിയ പ്രസക്തിയില്ല. നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വയേർഡ് കണക്ടിവിറ്റി ആണ് ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് യൂസേജ്, ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് ക്യാരി ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ വഴി ധാരാളം ബാൻഡ് വിഡ്ത്ത് ലഭ്യമാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈൽ വഴിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ബാൻഡ് വിഡ്ത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, അതിന്റെ മൊബിലിറ്റിയിലും പരിമിതികളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, ആ മൊബിലിറ്റി എന്നുള്ള സൗകര്യം മാത്രം പോരാ എന്നുള്ളത് കൊണ്ടാണ് വയേർഡ് കണക്ടിവിറ്റി ഫിക്സഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റർനെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഒരു സാധ്യത, അതിന്റെ ഒരു സാധ്യത ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യം, അതുപോലെ കണക്ടിവിറ്റി ബ്രേക്ക് ആകാതിരിക്കാനുള്ള സാധ്യത ഒക്കെ വയേർഡ് കണക്ടിവിറ്റിക്കാണുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും ഒരു കാരണവശാലും ഇതുപോലെ വയർലെസ് ടെക്നോളജികൾക്ക് അത്രയും നല്ല സർവീസ് നൽകുന്നതിന് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ സ്റ്റാർലിങ്കിന് ഉള്ള പരിമിതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് വയർലെസ് ആണ്. അതിന് ത്രൂ ഔട്ട് കണക്ടിവിറ്റി അഷ്വർ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കുറെ അധികം പരിമിതികളുമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സെഗ്മെന്റിലുള്ള കണക്ടിവിറ്റിയെയും തമ്മിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് ഉപഭോക്താക്കൾക്ക് യാതൊരു പ്രയോജനവുമില്ല. അത് പ്രായോഗികമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ ബ്രോഡ്ബാൻഡ് വിപണിയുടെ 1% പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് $1 ബില്യൺ വരുമാനമാണ് സ്റ്റാർലിങ്ക് പ്രതീക്ഷിക്കുന്നത്. താങ്കളൊരു മത്സരം മുൻപിൽ കാണുന്നുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഇപ്പോഴുള്ള വയേർഡ് കണക്ടിവിറ്റി കൺസ്യൂമേഴ്സിന്റെ എണ്ണം കേവലം 2 കോടിയിൽ താഴെ മാത്രമാണ്.
ഇന്ത്യയിൽ ഒരു പൊട്ടൻസി അതല്ല, വളരെ വലിയൊരു പൊട്ടൻസി, വലിയൊരു സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ പിന്നെ 2 കോടി കണക്ടിവിറ്റിയിൽ അതിന് 50% ഹാൻഡിൽ ചെയ്യുന്ന ഒരൊറ്റ കമ്പനിയാണ് ഇന്ത്യയിൽ, ജിയോ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കിയാണ് മറ്റെല്ലാ കമ്പനികളും കൂടി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും കാര്യമായ വളർച്ച ഉണ്ടാകുന്നുണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് കോടികൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് മുതൽ മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, റൂറൽ കണക്ടിവിറ്റിയുടെ വർധനവിന് വേണ്ടി. അങ്ങനെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെല്ലാം ഗവൺമെന്റ് ഉപയോഗിച്ചിട്ട് പോലും ഇപ്പോഴും നമ്മൾ 2 കോടി കണക്ടിവിറ്റിയിൽ എത്തി നിൽക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു പരിമിതി തന്നെയാണ്. അവിടെ സ്റ്റാർലിങ്ക് പോലുള്ള കമ്പനികൾക്ക് ഒരു പുതിയ ടെക്നോളജിക്ക് സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാമതിന്റെ പ്രൈസ് വൈസ്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, അതേപോലുള്ള കണക്ടിവിറ്റിയുടെ ബാൻഡ് വിഡ്ത്തിന്റെ ലിമിറ്റേഷൻ തുടങ്ങിയ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ കണക്ടിവിറ്റിക്ക് അത്ര വലിയൊരു സാധ്യത ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ ജയപാൽ, ഇന്ത്യയിൽ ഉടനീളം തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് സ്റ്റാർലിങ്ക് നേരിടേണ്ടി വരുന്ന സാങ്കേതിക വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? ഇന്ത്യയിൽ അങ്ങനെ ഒരു വെല്ലുവിളി സ്റ്റാർലിങ്കിന് നേരിടാൻ വലിയ വെല്ലുവിളി വരാൻ സാധ്യതയില്ലെന്നാണ് എന്റെ ഒരു. പക്ഷേ ഡോക്ടർ സജി ഗോപിനാഥ് സൂചിപ്പിച്ചതുപോലെ പിന്നെ കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥകളും മറ്റും നേരിടേണ്ടി വരില്ലേ? കാലാവസ്ഥയുടെ ഓഫ് കോഴ്സ് ഇതൊരു കേവ് ബാൻഡ് ആണ്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് സാറ്റലൈറ്റ്സ് ആണ്. അപ്പം എന്ന് വെച്ചാൽ ഒരു 5000 സാറ്റലൈറ്റ്സ് ഈ ലോകം മുഴുവനും ചുറ്റി പല ഓർബിറ്റിലായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അതൊരു റിങ്സ് ആണ്. അപ്പം ഇൻ കേസ് ഒരു സാറ്റലൈറ്റിന് അവർക്ക്, അതും ഈ സാറ്റലൈറ്റ് ടു സാറ്റലൈറ്റ് നോർമലി ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു എവിടെയെങ്കിലും ഒരിടത്ത് ഡൗൺ ചെയ്തിട്ട് വേറൊരു സെക്കൻഡ് സാറ്റലൈറ്റിലോട്ട് അപ്ലിങ്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇവർ സാറ്റലൈറ്റ് ടു സാറ്റലൈറ്റ് സ്വിച്ചിങ് ആണ്, ലേസർ. അപ്പൊ ഒരു സാറ്റലൈറ്റിൽ നിന്ന് മറ്റൊരു സാറ്റലൈറ്റിലോട്ട് ഈ റിങ്സിൽ എവിടെയെങ്കിലും അവർക്കൊരു ഹിച്ചസ് അവർക്ക് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് അവൈലബിൾ നിയറസ്റ്റ് സാറ്റലൈറ്റിലോട്ട് റൂട്ട് ചെയ്യും. അപ്പം എന്നിട്ട് നമ്മുടെ എൻഡ് യൂസർ ഇപ്പോഴും വരുന്നത് ഒരു ഒന്നുകിൽ ഡയറക്റ്റ് ടെർമിനലിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ ഡിവൈസിലോട്ടായിരിക്കും. അപ്പൊ അവരുടെ ടവറിലോട്ടായിരിക്കും അവർ മെയിൻ ആയിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോഴത്തേക്ക് നോർമലി ഒരു സാറ്റലൈറ്റിൽ നോർമലി എല്ലാ ഇതിലും വരുന്നത് പോലത്തെ ചെറിയ ചെറിയ ഹിച്ചസ് വരാന്നുള്ള, അല്ലാതെ ഒരു ഭയങ്കര ഒരു ഹിച്ചസ് വരുമെന്ന് തോന്നുന്നില്ല. ഈവൻ സ്കൈ ക്ലിയർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, സ്കൈയിൽ എന്തെങ്കിലും ഭയങ്കര കാർമേഘം പോലെ വന്നു കഴിഞ്ഞാൽ, അതൊരു വാസ്റ്റ് ഏരിയയിൽ ഒരു കാർമേഘം പോലെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇഷ്യൂ വരുള്ളൂ. അൺലെസ് ഇതൊരു ഇഷ്യൂ അല്ല. അതായത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ അവർക്ക് കഴിയുമെന്നാണ്. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കലാമിറ്റീസ് വന്നു. ഇപ്പം നമ്മൾ ഇടുക്കിയിലൊക്കെ ഒരു ഭൂകമ്പം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ടവേഴ്സ് ഒന്നും ഓപ്പറേഷണൽ അല്ലായിരുന്നു. ആ സമയത്ത് ഇന്റർനെറ്റ് ഇല്ല. ബട്ട് ഇത് സാറ്റലൈറ്റ് ആയതുകൊണ്ട് അവിടെയെല്ലാം നമുക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഏത് സാഹചര്യത്തിലും തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ലഭ്യമാകുമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ കലാമിറ്റി, തണ്ടർസ്റ്റോം, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാഷണൽ കലാമിറ്റീസ് വന്നാലും നമുക്ക് അവിടെ സാറ്റലൈറ്റ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഭയങ്കര ഹൈ ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിലും അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആ ഏരിയയിൽ. ശരി, വ്യക്തമാണ്. ഡോക്ടർ സജി ഗോപിനാഥ്, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, അതുപോലെ ബിസിനസ് കണക്ടിവിറ്റി, ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യക്ക് സ്റ്റാർലിങ്കിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടില്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നതിന് നമുക്ക് വളരെ ഇവന്ററി ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ലോകത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വലിയൊരു കുട പോലെയുള്ളതാണ്. അപ്പൊ ഏത് മേഖലയിലുള്ള കണക്ഷൻസും തമ്മിൽ വളരെ ലിമിറ്റഡ്, വളരെ ചെറിയ ലേറ്റൻസിയിൽ കണക്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു റിമോട്ട് ഏരിയയാണോ, അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയാണോ, അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയ ആണോ എന്നുള്ളതൊന്നും അത് പ്രസക്തമല്ല. ഓഫ്കോഴ്സ് ഒരു ഡയറക്റ്റ് വിസിബിലിറ്റി ടു ദി സാറ്റലൈറ്റ് വേണമെന്നുള്ളത് ഒരു അത്യാവശ്യമാണെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റിമോട്ട് ഏരിയ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിലേക്ക് ഇന്ന് ഒരു പക്ഷേ ഇന്റർനെറ്റ് പലപ്പോഴും നമുക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടാവില്ല. അതെല്ലാം ഇതുവഴി സ്റ്റാർലിങ്കിന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു
ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഒരു റിമോട്ട് ഏരിയയിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാർലിങ്ക് പോലെയുള്ള ഒരു സംവിധാനത്തിന് വളരെയധികം എളുപ്പം ചെയ്യാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇ-കോമേഴ്സ് പോലെയുള്ള കണക്ടിവിറ്റിക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ലോകത്തില് ഒരു ജോലി ക്രമം തന്നെ മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ജോലിയും വിനോദവും രണ്ടായിട്ട് കണ്ടിരുന്നവരാണ്. ഇപ്പൊ അത് മാറിയിട്ട് പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് വേൾഡില് നമ്മൾ വർക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഞാനൊരു വെക്കേഷന് പോകുന്നു, ഞാൻ 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ബാക്കി സമയത്ത് വെക്കേഷൻ എടുക്കുന്നു. അപ്പൊ ഇതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ വെക്കേഷന് പോകുന്ന പല സ്ഥലങ്ങളും കുറച്ച് റിമോട്ട് ആയിരിക്കും, കുറച്ച് കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. അപ്പൊ എനിക്ക് പലപ്പോഴും അവിടെ വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേപോലെ ഒരു സീനിയർ കണക്ടിവിറ്റി വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഈ പറഞ്ഞ റിമോട്ട് ലൊക്കേഷനുകളെല്ലാം നമുക്ക് വർക്ക് സ്പേസുകളുമാകാം. അപ്പൊ അവിടെ പോകുന്നു, ഞാനൊരു ഒരു റിമോട്ടായിട്ട് ഏരിയ പോകുന്നു, ഒരുപക്ഷെ ഹിമാലയത്തിന്റെ ഒരു ഭാഗത്ത് പോകുന്നു നോക്കിയാൽ അവിടെ പോകുമ്പോൾ എനിക്ക് 3-4 മണിക്കൂർ എന്റെ ജോലി ചെയ്യാം റിമോട്ടായിട്ട്. ബാക്കി സമയത്ത് എനിക്ക് ട്രക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെങ്കിലും ചെയ്യാനോ കഴിയും. അപ്പൊ ഇതേപോലെ ഇതുവരെ നമ്മൾ കാണാത്ത കുറേയേറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ റൂറൽ ഏരിയകളിലും റിമോട്ട് ആയിട്ടുള്ള ഏരിയകളിലുള്ള പ്രൊഡക്റ്റുകളെ ലോകത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇ-കോമേഴ്സ് സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയും. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വരും. അപ്പോൾ ഇന്ന് ഡിജിറ്റൽ സർവീസുകൾ എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കാൻ സ്റ്റാർലിങ്ക് പോലുള്ള സംവിധാനങ്ങൾ കഴിയും. ശരി, വ്യക്തമാണ്. ശ്രീ കെ ഗോവിന്ദൻ, സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റിന്റെ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേബിൾ ഓപ്പറേറ്റർമാർ നൽകുന്ന അല്ലെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇത് തമ്മിലൊരു താരതമ്യം സാധ്യമാണോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള 2 പ്ലാറ്റ്ഫോമുകളാണല്ലോ. ഇവ തമ്മിലൊരു കോൺട്രഡിക്ഷൻ, ഒരു മത്സരമൊന്നും വരാൻ ഞാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. രണ്ട് സെഗ്മെന്റ് ആണ്. പക്ഷേ ഉപഭോക്താക്കൾക്ക് മറ്റൊരു ചോയ്സും കൂടി ലഭിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതിപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് ഇപ്പോൾ തന്നെ ഉപഭോക്താക്കൾക്കുണ്ട്. കേബിൾ വഴിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സർവീസ് പ്രൊവൈഡർമാരുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ത്രൂ ആയിട്ടുള്ള ടെലികോം കമ്പനികൾ നൽകുന്ന സർവീസുകളുണ്ട്. ഇതെല്ലാം ഇപ്പൊ തന്നെ നമുക്ക് ലഭ്യമാണ്. അതുകൂടാതെ ഒരു പുതിയ ഒരു ടെക്നോളജി കൂടി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ കാണുന്ന ഒരു സവിശേഷത. ഇപ്പൊ സ്റ്റാർലിങ്ക് ഒരു സജ്ജിതാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് കണക്ടിവിറ്റി ഇല്ലാത്ത പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോ ഷിപ്പുകളിലും മറ്റും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ. പിന്നെ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഓപ്ഷൻ കൂടി, എല്ലാ ഇന്റർനെറ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇന്റർനെറ്റ് സേവന ഉപഭോക്താക്കളും ഒന്നിൽ കൂടുതൽ സർവീസുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നുണ്ട്. 2-3 സർവീസുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഇത്തരം ഈ സ്റ്റാർലിങ്ക് പോലെയുള്ളത് ഉപയോഗിക്കാൻ പറ്റും. അൾട്ടിമേറ്റ് ആയിട്ട് സ്റ്റാർലിങ്ക് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്താൻ മറ്റു മാർഗമില്ലാത്ത, മറ്റു നിവൃത്തിയില്ലാത്ത ഏരിയയിലുള്ളവർക്ക് അങ്ങനെയുള്ളവർ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സാധാരണ ഇപ്പൊ നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനോ അതല്ലെങ്കിൽ വളരെ സ്മോൾ ആൻഡ് മീഡിയം കൺസ്യൂമേഴ്സിനോ ഈ സ്റ്റാർലിങ്ക് പോലുള്ള സർവീസുകൾ ഇന്നത്തെ നിലയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതിന്റെ കോസ്റ്റാണ്. അതിന്റെ ടെർമിനലൊക്കെ വളരെ കോസ്റ്റ്ലിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. ഇവിടെ സൂചിപ്പിച്ചുള്ള ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ സെപ്പറേഷൻ ചെയ്യുകയും അത് മാനേജ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഒരു കോസ്റ്റ്, അത് വേൾഡ് വൈഡ് ആണെങ്കിൽ പോലും അതിന്റെ ഒരു കോസ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞ നിരക്കിൽ കൊടുക്കാൻ കഴിയില്ല. ഈ സർവീസ് ഉപഭോക്താക്കൾ ലഭ്യമാക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സർവീസും ഏറ്റവും കൂടുതൽ ബാൻഡ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് കേബിൾ ബേസ്ഡ് ആയിട്ടുള്ള വയേർഡ് കണക്ടിവിറ്റിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജി, ഡിഫറെന്റ് സെഗ്മെന്റ് ആണ്, ഡിഫറെന്റ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ഈ സർവീസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീ ജയപാൽ, സാങ്കേതികമായി നോക്കുമ്പോൾ സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് അത് നൽകുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാർലിങ്കിന്റെ വരവ് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഇനി പ്രൊമോട്ട് ചെയ്യും. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാർലിങ്ക് ഒരിക്കലും നമ്മളിപ്പം കാണുന്ന ഒരു മീഡിയം ലെവൽ കസ്റ്റമേഴ്സിനെ അല്ല സ്റ്റാർലിങ്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്റ്റാർലിങ്ക് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെക്കൻഡ് ടെലിമെഡിസിൻ, ഈ അങ്ങനെയുള്ള പിന്നെ ഈവൻ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇപ്പം ഇനിയിപ്പോ സ്റ്റാർലിങ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പല TV സ്റ്റേഷൻസും ക്ലൗഡ് പ്ലേ ഔട്ടിലോട്ടൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നോർമൽ ഇൻഫ്രാ പ്ലേ ഔട്ടിലും അതിന്റെ സെർവേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്.
ബട്ട് ഇതൊക്കെ ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു വാസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ഒക്കെ ചിലപ്പം സിംഗപ്പൂറും കാനഡയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യുന്ന കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നതും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. അതേപോലെ ടെലിമെഡിസിൻ മീൻസ് ഇപ്പൊ നമുക്കൊരു ചെറിയ ഒരു റിമോട്ട് ഏരിയയിൽ ഒരു മിനിമം നമ്മുടെ ഒരു റിക്വയർമെന്റ്സ് വെച്ചിട്ട് ഒരു മിനിമം പാരാമെഡിക്കൽ സ്റ്റാഫ് നഴ്സസിനെ വെച്ചിട്ട് ഈവൻ ഒരു ഹ്യൂജ് സർജറി വരെ ചെയ്യാൻ പറ്റും. റോബോട്ടിക് ആം സർജറി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിന്റെ കൺട്രോൾ നമുക്ക് മെയിൻ സെന്ററിൽ ഇപ്പൊ എയിംസ് പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിലൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ ഒരു വെർട്ടിക്കൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ടെലിമെഡിസിൻ, പിന്നെ ഇൻലാൻഡ് നാവിഗേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ ഒരുപാട് വെർട്ടിക്കൽ നമ്മളെ ഇന്ത്യയിൽ ഇപ്പം സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് വെർട്ടിക്കൽ ഇത് വരുന്നതോടുകൂടി അപ്കമിങ് ആയിട്ട് വരും. അപ്പൊ അവിടെ എല്ലാം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ സജി ഗോപിനാഥ്, ഇന്ത്യയുടെ നിലവിലുള്ള ബ്രോഡ്ബാൻഡ് വിപണിയെ സ്റ്റാർലിങ്ക് തകർക്കുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നിലവിലുള്ള ബ്രോഡ്ബാൻഡ് വിപണി എന്ന് പറയുന്നത് കൂടുതലും ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത്. അതായത് സിറ്റിയിലോ അല്ലെങ്കിൽ മേജർ ടൗണിലോ ഒക്കെയാണ് ഉള്ളത്. അതേസമയം ഒരു റൂറൽ ഏരിയയിലേക്ക് ബ്രോഡ്ബാൻഡ് എത്തിപ്പെടുന്നുണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. കെ ഫോൺ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഈ സ്റ്റാർലിങ്കിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് ആണ്. അതിന് ഒരു ബ്രോഡ്ബാൻഡും ഇന്നിപ്പോ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് അമേരിക്കയിലെയും ന്യൂസിലാൻഡിലും ഒക്കെ ഉള്ള സ്റ്റാർലിങ്ക് കോസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ട്രഡീഷണൽ ബ്രോഡ്ബാൻഡ് പ്ലെയർ കൊടുക്കുന്ന കോസ്റ്റ് ഏകദേശം 2 ഇരട്ടിയോ ചിലർ 3 ഇരട്ടിയോ വരെ ചാർജുകൾ വരാറുണ്ട്. ഇപ്പൊ $20 ആണ് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ മന്ത്ലി ചാർജ് ഉണ്ടെങ്കിൽ ഇതൊരു $60 ചിലപ്പോൾ $100 ഒക്കെ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ബ്രോഡ്ബാൻഡിനേക്കാളും കൂടുതലാണ്. മാത്രമല്ല ബ്രോഡ്ബാൻഡിന് ഉള്ള റിലയബിലിറ്റി, പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ടവേഴ്സ് എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ബ്രോഡ്ബാൻഡിനുള്ള റിലയബിലിറ്റി ചിലപ്പോൾ വെതർ ഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാർലിങ്കിന് കൊടുക്കാൻ കഴിയണമെന്നില്ല. ഹാവിങ് സെഡ് ദാറ്റ്, ബ്രോഡ്ബാൻഡ് എത്താത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള സിഗ്നൽ ഉള്ള സ്ഥലങ്ങളിൽ ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതുകൊണ്ട് റൂറൽ ഏരിയയിൽ അഡ്വാൻറ്റേജസ് ഉണ്ടാവും, റിമോട്ട് ഏരിയയിൽ അഡ്വാൻറ്റേജസ്. ഇതോട് വരുന്നതോടുകൂടി കേബിൾ ടി വിയുടെ കാലം അസ്തമിക്കുകയാണോ? കേബിൾ ടി വി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിന് കേബിൾ ടി വി എന്ന് പറഞ്ഞ മാർക്കറ്റിന് കേബിൾ വഴി അല്ലാതെ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് അറിയാവുന്ന OTT പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി ഉള്ള ഒരു സ്ട്രീമിംഗ് സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേബിൾ ടി വി കൂടി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് ഫിക്സഡ് വയറിൽ കൂടി നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് കേബിൾ ടി വി ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് റിമോട്ട് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ വ്യത്യാസം. പക്ഷേ ഫിക്സഡിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ റിലയബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. കാരണം വലിയ വെതർ എഫക്ട് ചെയ്യുന്നില്ല, വലിയ ചേഞ്ചുകൾ വരുമ്പോൾ പോലും കേബിൾ വർക്ക് ചെയ്യുന്നു, ഫിക്സഡ് കണക്ഷൻ. പക്ഷെ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൽ കൂടി കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റിന്റെ അല്ലെങ്കിൽ അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓരോയിടത്തും എത്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമാണ്. അപ്പോ ചുരുക്കത്തിൽ പറയും, ഇന്നത്തെ നിലയിലുള്ള സ്റ്റാർലിങ്ക് അതിന് ഈ സാങ്കേതികവിദ്യ കൂടുതൽ വികസിക്കും. ഇന്നത്തെ നിലയിലുള്ള സ്റ്റാർലിങ്കും കേബിൾ ടി വിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേബിൾ ടി വിക്ക് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. കാര്യം സ്റ്റാർലിങ്കിന് ഒരു വെതർ ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ട് അതിന്റെ റിലയബിലിറ്റി നമുക്ക് മറ്റതുപോലെ, പ്രത്യേകിച്ച് നമ്മളെ പോലെ ഹാർഷ് വെതർ ഉള്ള ഒരു സ്ഥലത്ത് KU ബാൻഡ് ആണെന്ന് തോന്നുന്നു സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത്. KU ബാൻഡ് വെതർ ഡിപ്പെൻഡന്റ് ആണ്. ഹൈ എമൗണ്ട് ഓഫ് വെതർ വേരിയേഷൻസിൽ അതിന് ആവാറുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, അതിന്റെ റിലയബിലിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ അത് ഇന്നത്തെ നിലയിൽ കേബിൾ ടി വിക്ക് അതൊരു മേജർ ത്രെട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓവർ പിരിയും അതിന്റെ കോസ്റ്റ് കുറയുകയും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാറ്റത്തിലേക്ക് വരാൻ സാധിക്കും. ശ്രീ കെ ഗോവിന്ദൻ, നിലവിലുള്ള കേബിൾ ഇൻഫ്രാസ്ട്രക്ചറിന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായി കേബിൾ ഓപ്പറേറ്റർമാർ നടത്തിയ നിക്ഷേപങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത കേബിൾ ഇൻഫ്രാസ്ട്രക്ചറിന് എന്തു സംഭവിക്കും? ഇത് ഒരു കേബിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഹൈവേ ആണ്. അതിലൂടെ മൾട്ടിപ്പിൾ സർവീസുകൾ, വളരെ വ്യത്യസ്തമായ സർവീസുകൾ നൽകാൻ പറ്റും. ആദ്യം ഈ കേബിൾ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയത് മുഴുവനും RF കേബിളുകളാണ്, റേഡിയോ ഫ്രീക്വൻസി കോപ്പർ കേബിളുകളായിരുന്നു. ആ കോപ്പർ കേബിളുകൾ പതുക്കെ
ഒപ്റ്റി ഫൈബർ കേബിളുകളിലേക്ക് മാറി. ആ മാറ്റത്തോടൊപ്പം തന്നെ അവർ നൽകുന്ന സർവീസുകളിലും വലിയ മാറ്റങ്ങൾ വന്നു. നേരത്തെ ടെലിവിഷൻ ചാനലുകൾ മാത്രം നൽകാൻ ഉപയോഗിച്ചിരുന്നതിന് ആ സ്ഥാനത്ത് ഇപ്പൊ കേബിൾ വഴി മറ്റു നിരവധി ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള നിരവധി സർവീസുകൾ നൽകാൻ തുടങ്ങുന്നുണ്ട്. ആ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് നിരവധി സർവീസുകൾ ഇപ്പോ വ്യാപിച്ചു വരികയാണ്. ഇപ്പൊ സർവജൻ സിസ്റ്റം, അതുപോലെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ, അതുപോലെ OTT പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ കേബിൾ വഴി സർവീസ് നൽകി വരുന്നുണ്ട്. അത് അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കും. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്, ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച്, പുതിയ പുതിയ ഇൻവെൻഷനുകളും പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ ആശയങ്ങളും ഒക്കെ അനുസരിച്ച് ഇവ എങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കേബിൾ എന്നത് ഒരു താൽക്കാലികമായ ഒരു മീഡിയ അല്ല. അത് എല്ലാ കാലവും കാലാനുസൃതമായി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ വികസിത രാഷ്ട്രങ്ങളിലൊക്കെ നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ശരി, ശ്രീ ജയപാൽ, സ്റ്റാർലിങ്കിന്റെ സേവനങ്ങൾ നിലവിലുള്ള ബ്രോഡ്ബാൻഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി സംയോജിപ്പിക്കാൻ കഴിയുമോ? ഓൾറെഡി നിലവിലുള്ള ബ്രോഡ്ബാൻഡ് ഇന്റഗ്രേറ്റഡ് ആണ് അവർ. ജിയോ ബാക്കി ആ കാര്യത്തില് സാധ്യതയുള്ള സിനർജികൾ എന്തൊക്കെയാണ്? മീൻസ് അത് മനസ്സിലായില്ലോ. എങ്ങനെയാണ് സംയോജിപ്പിക്കാൻ കഴിയുക? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഒരു എൻഡ് യൂസർ, നമ്മുടെ ഒരു ഇവിടെ നിന്ന് ഞാനൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൾ ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നിയറസ്റ്റ് ഏതാണ്, വോഡഫോണോ എയർടെല്ലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ആയിരുന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ നിയറസ്റ്റ് ഈ സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഏതെങ്കിലും അവരുടെ ഒരു ടവറിലായിരിക്കും. ആ ടവറിൽ നിന്നായിരിക്കും നമ്മുടെ സ്റ്റാർലിങ്കുമായിട്ട് ലിങ്ക് ചെയ്തത്. പിന്നെ ഈ സ്റ്റാർലിങ്ക് ആയിരിക്കും അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. നമ്മൾ എവിടെയാണോ ഇപ്പം കോളായിരുന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം എവിടെയാണോ ഇതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ്, ആ ഡെസ്റ്റിനേഷൻ പോയിന്റ് വരെ ഉള്ള ഇത് കൊണ്ടുപോകുന്ന സ്റ്റാർലിങ്ക് ആയിരിക്കും. ഇത് അവരുടെ എൻഡ് യൂസറിന്റെ മൊബൈലിലോട്ടാണെങ്കിൽ ഈ സർവീസ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും ആ എൻഡ് യൂസറിന് കൊടുക്കുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ സജി ഗോപിനാഥ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയെ ഇത് എങ്ങനെ ബാധിക്കും? വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാര്യം ഒരു കണക്ടിവിറ്റിയുടെ മുകളിൽ ഒരു എക്കണോമിക് ലെയർ ബിൽഡ് ചെയ്യുക എന്നത് നമ്മളെപ്പോലെ രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം നേരത്തെ താങ്കൾ തന്നെ ചോദിച്ച പോലെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ വ്യാപാരവും ഒക്കെ നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള ചോദ്യം ഉള്ളതുപോലെ അങ്ങനെ ഒരു നയം കൊണ്ടുവരാൻ പറ്റിയതാണ്. അതായത് ഇതിനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നയം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഉപയുക്തമായിരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ അതിന്റെ യൂസേജിനുള്ള മറ്റുള്ള ടെലികോം പ്രൊവൈഡേഴ്സിനും ബ്രോഡ്ബാൻഡിനുമുള്ള നയപരമായിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇതുപോലെയുള്ളതിനും ആവശ്യമുണ്ട്. അത് എങ്ങനെ കൊണ്ടുവരുന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. ഇന്ത്യയിലെ സ്റ്റാർലിങ്കിന്റെ സാന്നിധ്യം ടെലികോം ബ്രോഡ്ബാൻഡ് മേഖലകളിൽ നയപരമായ ഒരു മാറ്റത്തിന് കാരണമാകുമോ? തീർച്ചയായിട്ടും. അതായത് ഡിജിറ്റൽ ഡിവൈഡ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവുന്നത്. ഒന്ന്, ആക്സസ് ഇല്ലാത്തത് കൊണ്ട്. രണ്ട്, എനിക്ക് ആക്സസ് ചെയ്യാനുള്ള കഴിവില്ലാത്തത്. അതായത് എന്റെ അടുത്ത് മൊബൈൽ വരുന്നില്ല അല്ലെങ്കിൽ എന്റെ അടുത്ത് നെറ്റ് വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. രണ്ട്, അവൈലബിൾ ആണ് പക്ഷെ അത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ആദ്യത്തെ പോയിന്റ്, അതായത് എന്റെ അടുത്ത് ആക്സസ് കിട്ടുന്നില്ല എന്നത് ഈ സ്റ്റാർലിങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ ആ ഡിവൈഡ് തരും. പക്ഷെ രണ്ടാമത്തെ ചലഞ്ച്, അതായത് എനിക്കത് ആക്സസ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർലിങ്ക് സോൾവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർലിങ്കിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ബ്രോഡ്ബാൻഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഫിക്സഡ് ഇന്റർനെറ്റ് മോഡലുകളെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇന്റർനെറ്റ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് സ്റ്റാർലിങ്ക് അഫോർഡ് ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമല്ല. പക്ഷേ പല സ്ഥലങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് നെറ്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ ടവറിന്റെ അഭാവം കൊണ്ട്, നെറ്റ്വർക്കിന്റെ അഭാവം കൊണ്ട് കിട്ടുന്നില്ല. ആ ഡിവൈഡ് ഇത് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സ്റ്റാർലിങ്ക് പോലെ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റിന് തീർച്ചയായിട്ടും. ശ്രീ കെ ഗോവിന്ദൻ, സ്റ്റാർലിങ്കിന്റെ വില നിർണ്ണയവുമായി കേബിൾ ഓപ്പറേറ്റർമാർക്ക് മത്സരിക്കേണ്ടി വരുമല്ലോ. ആ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരു മത്സരത്തിന്റെയും സാധ്യതയില്ല. കാരണം
ഇപ്പോഴുള്ള ഈ വയേർഡ് നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്, അതായത് ടെലികോം കമ്പനികളുടെ പ്രൈസിങ്ങും തമ്മിൽ വളരെ അകലത്തിലാണ് സ്റ്റാർലിങ്കിന് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള നിരക്കുള്ളത്. വളരെ എന്ന് വെച്ചാൽ വളരെ വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഒരു 5 times എങ്കിലും കൂടുതലുണ്ടെന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്ര ഉയർന്ന വ്യതിയാനം ഒരു കാരണവശാലും ഈ കേബിൾ വഴിയുള്ള വയേർഡ് നെറ്റ്വർക്കിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മത്സരത്തിന്റെ സാധ്യത കാണുന്നില്ല. ശരി, ശ്രീ ജയപാൽ, ഹൈസ്പീഡ് സാറ്റലൈറ്റ് ഇന്റർനെറ്റിലേക്കുള്ള വ്യാപകമായ ആക്സസ് ഉപയോഗിച്ച് ഏതൊക്കെ പുതിയ ആപ്ലിക്കേഷനുകളും സേവനങ്ങളും സാധ്യമാകും? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നിപ്പോ നമ്മളൊരു മാരിടൈം ഒരു ഷിപ്പിൽ നിന്ന് നമുക്ക് നാട്ടിലോട്ട് വിളിക്കണമെങ്കിൽ ഹൈലി എക്സ്പെൻസീവ് ആണ്. എമർസാറ്റ് പോലത്തെ സാറ്റലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ഷിപ്പിൽ നിന്ന് നമുക്ക് നാട്ടിലോട്ട് വിളിക്കാൻ വേണ്ടി. ഈവൻ ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ വിളിക്കണമെങ്കിൽ 1000-1500 രൂപ എങ്കിലും മിനിമം പെർ മിനിറ്റിന് നമുക്ക് ഷിപ്പിൽ നിന്ന് അത് എമർസാറ്റിലൊക്കെ വെച്ചിട്ട് അവിടെ ഒരുപാട് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വിളിക്കാൻ. ബട്ട് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫോണിൽ നിന്ന് തന്നെ നോർമൽ കോൾ റേറ്റിൽ നമുക്ക് നാട്ടിലോട്ട് വിളിക്കാൻ പറ്റും. ശരി, ഡോക്ടർ സജി ഗോപിനാഥ്, ഇന്ത്യയുടെ ഡിജിറ്റൽ ഡിവൈഡ് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പരിഹരിക്കുന്നതിൽ സ്റ്റാർലിങ്കിന്റെ പങ്ക് എന്താണ്? ഇന്നത്തെ കാലത്ത് അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ബ്രോഡ്ബാൻഡിനെക്കാളും എക്സ്പെൻസീവ് ആണ്. കാരണം 2 കാര്യമുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ കോസ്റ്റ്, സെറ്റപ്പിന് ഒരു കോസ്റ്റ് ഉണ്ട്. രണ്ടാമത് അതിന്റെ ഓപ്പറേഷനും ഒരു കോസ്റ്റ്. ഈ 2 കോസ്റ്റും ഇതൊരു കോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിലൊരു ഓൾട്ടർനേറ്റ് മോഡലാണ്, ഒരുപക്ഷെ ഓൾട്ടർനേറ്റ് ഒന്നും അല്ല, സ്റ്റാർലിങ്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ആലോചിച്ചതാണ് മോഡലാണ് കേക്കോൺ പോലെയുള്ള സാങ്കേതിക വിദ്യയിൽ കൂടി നമ്മൾ ആലോചിച്ചത്. എല്ലാ ഇലക്ട്രിക് ലൈൻ ഉള്ളിടത്തും നെറ്റ്വർക്ക് കൊണ്ടുപോവുക. ആ ഇലക്ട്രിക് ലൈനിന്റെ നെറ്റ്വർക്കിന്റെ മുകളിൽ നമ്മളൊരു 5G നെറ്റ്വർക്ക് കൂടെ കൊണ്ടുവരികയാണ്. അതിന്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് വളരെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ. അപ്പൊ അങ്ങനെ ഒരു മോഡലിന് കേരളം പ്രപ്പോസ് ചെയ്യുന്നത് അതും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ തീർച്ചയായിട്ടും സാറ്റലൈറ്റ് ബേസ്ഡ് അല്ല, മറിച്ച് കേബിൾ ബേസ്ഡ് ആണ്, ഫിക്സഡ് ലൈൻ ബേസ്ഡ് ആണ്. ശരി, വ്യക്തമാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. സ്റ്റാർലിങ്കിൻ്റെ പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ഏതാണ്ട് 3000 രൂപ മുതൽ 7000 രൂപ വരെ ആയിരിക്കുമെന്ന് വ്യവസായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പറയുന്നു. ഇത് ഒരു പരമ്പരാഗത ബ്രോഡ്ബാൻഡിനേക്കാൾ വളരെ ചിലവേറിയതാണ്. എങ്കിലും ഇന്ത്യയുടെ ബ്രോഡ്ബാൻഡ് വിപണിയുടെ 1% പിടിച്ചെടുക്കുകയാണെങ്കിൽ സ്റ്റാർലിങ്കിന് പ്രതിവർഷം ഏകദേശം $1 ബില്യൺ വരുമാനം നേടാൻ കഴിയുമെന്നാണ് വിപണി കണക്കുകൂട്ടുന്നത്. സ്റ്റാർലിങ്ക് ഇന്ത്യയെ ഒരു $multi-billion അവസരമായിട്ടാണ് കാണുന്നത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സജി ഗോപിനാഥ്, കെ ഗോവിന്ദൻ, VG ജയ്പാൽ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.